പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ സുപ്രധാനമായ ശിക്ഷാവിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പസമയം മുൻപ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ദൃക്സാക്ഷിയില്ലാത്ത കൊലപാതകമാണ്. എന്നിട്ടും ശക്തമായി പ്രോസിക്യൂഷന് വാദഗതികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നത്. സജോ ദേവസ്യ തുടരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഈ കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ വിഷ്ണുപ്രിയയുടെ അമ്മ അടക്കമുള്ളവരുണ്ടായിരുന്നു, പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ശിക്ഷാവിധി പ്രസ്താവം കേൾക്കാൻ കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? എന്താണ് വിവരങ്ങൾ? വേണു, അവരുടെ കുടുംബാംഗങ്ങൾ അടക്കം ഇവിടെ എത്തിയിരുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. അതോടൊപ്പം അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. വിഷ്ണുപ്രിയയുടെ ബന്ധുക്കളാണ്. അവരോട് തന്നെ എന്താണ് വിധി സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണം സംബന്ധിച്ചു എങ്ങനെയാണ് കാണുന്നത്? ജീവപര്യന്തമാണ് വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിൽ നിങ്ങൾ കൂടുതൽ പരമാവധി ശിക്ഷ എന്നതൊക്കെയായിരുന്നു വാദിച്ചിരുന്നത്. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അല്ല, അതിൽ നിരാശപ്പെട്ടൊരു കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ആണല്ലോ, ആ ജഡ്ജ്മെൻറ്റിന് നമ്മൾ അംഗീകരിക്കുന്നു. വെല്ലിച്ചനാണ്. അത് സാറുമായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് ആലോചന ശേഷം മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങൾ. വിജയൻ വിധിയൊക്കെ വിശദമായിട്ടൊന്ന് നോക്കിയതിനു ശേഷം അദ്ദേഹവുമായിട്ട് പ്രോസിക്യൂട്ടറൊക്കെ ആയിട്ട് ആലോചിക്കും. അതെ 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 അതെ. ഇപ്പോൾ ഇതിൽ സംതൃപ്തിയുണ്ട്? അതെ അതെ, സംതൃപ്തിയുണ്ട്. അതാണ് വേണു, അതായത് വിഷ്ണുപ്രിയയുടെ ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വിധിയുടെ കാര്യത്തിൽ തൃപ്തിയാണ്. ഇനിയിപ്പോൾ ഇതിൽ അപ്പീൽ എന്നത് സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിൽ ഏതെങ്കിലും നിലയ്ക്ക് ഈ കേസിനെ സംബന്ധിച്ച് കേസിനെ കൂടി, അതായത് നമ്മൾ വൈകാരികമായി മാത്രം ഏതെങ്കിലും കേസിനെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി യഥാർത്ഥത്തിൽ വിലയിരുത്തുകയാണ് വേണ്ടത്. ഒരു കേസ് വിശദമായി ഫ്രെയിം ചെയ്തതിനു ശേഷം അതിൽ എന്ത് സാധ്യതകളാണ് ശിക്ഷാവിധി സംബന്ധിച്ചുണ്ടാവുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതൊക്കെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നിയമ വിദഗ്ധർ നടത്തേണ്ടതുമാണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. എല്ലാ കേസിലും നമുക്ക് വൈകാരികമായ വിധി പ്രസ്താവം എന്നത് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. സജോ, പക്ഷേ ഈ കാര്യത്തിൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും മികവ് അതിനുകൂടെ കിട്ടിയ അംഗീകാരമായി കോടതി വിധിയെ കാണാമോ? പ്രത്യേകിച്ച് ഒരു പ്രോസിക്യൂഷൻ സാക്ഷി പോലും കൂറുമാറുകയുണ്ടായില്ല. ശാസ്ത്രീയ തെളിവുകളെല്ലാം സമാഹരിക്കാൻ കഴിഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ അതിവേഗം കണ്ടെത്താൻ കഴിഞ്ഞു. മാത്രമല്ല, 1 മാസത്തിലധികം 35 ദിവസത്തിനകം കുറ്റപത്രവും. അതുകൊണ്ട് ഈ കോടതി വിധി പ്രോസിക്യൂഷനെ സംബന്ധിച്ചും പോലീസിനെ, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും വലിയൊരു നേട്ടമാണോ? വേണു, തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 35 ദിവസത്തിനകം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. വിചാരണയും സമയബന്ധിതമായി പൂർത്തിയായി. 15 മാസത്തിനകം വിചാരണയും പൂർത്തിയായി എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം ഈ കേസിനെ സംബന്ധിച്ച് പ്രധാനമായും നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്നു, മണിക്കൂറുകൾക്കകം പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. അതിന് പല കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും മണിക്കൂറുകൾക്കകം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് ഈ കേസിലെ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കേസിൽ വളരെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായതിന് പിന്നാലെ തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞു, സംശയമുള്ള ആളെ മനസ്സിലാക്കുന്നു, പിന്നാലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്തു, വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്തി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. പ്രതിയുടെ മനോനില അപ്പോഴും പ്രധാനമാണ്. ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം അയാൾ തൊണ്ടി മുതലുള്ള വീടിന് സമീപത്തെ വയലിൽ ഉപേക്ഷിച്ചതിന് ശേഷം, വെള്ളത്തിൽ താഴ്ത്തിയതിനു ശേഷം പിതാവിൻ്റെ സമീപത്ത് തന്നെയുള്ള ചായക്കടയിൽ പോയി ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അവിടെ എത്തിയ ആളുകൾക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത് എന്നതാണ് കാണേണ്ടത്. അത് പ്രതിയുടെ ഒരു മനോനില വെളിവാക്കുന്ന ഒരു കാര്യവുമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒപ്പം തൊണ്ടിമുതലുകളെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനം, പ്രതി ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ കൃത്യമായി വീണ്ടെടുത്തു. മറ്റൊന്ന്, 49 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ആ പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും കൂറുമാറിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ ഈ കേസിനെ ശാസ്ത്രീയമായി തന്നെ ഫ്രെയിം ചെയ്യണമായിരുന്നു. കാരണം നേരിട്ട് ദൃക്സാക്ഷികളില്ല. ആകെയുള്ളത് സാധാരണഗതിയിൽ അത് വളരെ എളുപ്പത്തിൽ കോടതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മൊഴിയല്ല. അതായത് വീഡിയോ കോളിലൂടെ ഈ കൊലയാളി വന്നത്, കൊലപാതകമല്ല കണ്ടത്, കൊലയാളി ആ സ്ഥലത്തേക്ക് എത്തി എന്നത് കണ്ട സാക്ഷിമൊഴിയാണ്. അതൊരു സാഹചര്യ തെളിവുകളെല്ലാം പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് കുറച്ചുകൂടി അതിനെ ലിഫ്റ്റ് ചെയ്യുക കോടതിയിൽ എന്ന ഒരു ധർമ്മമാണ് നിർവഹിക്കാനുള്ളത്. ആ കാര്യത്തിലും പ്രോസിക്യൂഷൻ വളരെ വിജയകരമായി കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ചാർജ് ചെയ്ത 2 പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കൊലപാതക കുറ്റം, മറ്റൊന്ന് അതിക്രമിച്ച് കടന്ന് ഈ കുറ്റകൃത്യം ചെയ്യൽ എന്ന 2 ചാർജുകളാണ്. ആ 2 ചാർജുകളും തെളിയിക്കാൻ കഴിയും വിധമുള്ള തെളിവുകൾ കോടതിയിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാനമാണ്. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.
അന്വേഷണ സംഘവും വളരെ മികച്ച കുറ്റപത്രം തന്നെ കോടതിയിൽ സമർപ്പിച്ചു. ഈ ശാസ്ത്രീയ തെളിവുകളെല്ലാം കൃത്യമായി അനലൈസ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം ഈ കുറ്റകൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കും വിധമുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറ്റപത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു. തൊണ്ടി മുതലുകളെല്ലാം തന്നെ വീണ്ടെടുത്തു. അതായത് പ്രതി കൊണ്ടുവന്ന കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ച എല്ലാ തൊണ്ടി മുതലുകളും അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഒന്നുപോലും നഷ്ടമായില്ല. പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോൺ, ഒപ്പം പ്രതി മാറ്റി ഉപയോഗിച്ച സിം കാർഡുകൾ, അതായത് മറ്റൊരു കൊല കൂടി ആസൂത്രണം ചെയ്തിരുന്നു, അതിനുവേണ്ടി പ്രതി മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ചിരുന്നു. ആ സിം കാർഡ് ഇട്ട് മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രതിയുടെ കൊലയാളിയുടെ അയാളുടെ ഡിജിറ്റൽ സെർച്ചുകളൊക്കെ കൃത്യമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അത്തരം തെളിവുകളെല്ലാം, അത്തരം തൊണ്ടി മുതലുകൾ തെളിവുകൾ പ്രതിയിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഇത്തരം ആയുധങ്ങൾ, മറ്റ് കുറ്റകൃത്യത്തിന്റെ ഭാഗമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞ തൊണ്ടി മുതലുകൾ, അവയെല്ലാം കൃത്യമായി തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ കേസിൽ പ്രധാനവുമാണ്. ഇനി പിന്നീട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം വരെ അതുവരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉണ്ടായിരുന്നത് ഈ കേസിനെ ഏറ്റവും പരമാവധി ശിക്ഷയിലേക്ക് പോകാൻ അപൂർവങ്ങളിൽ അപൂർവം എന്നൊരു വാദമൊക്കെ മുന്നോട്ട് വെക്കുക എന്നതാണ്. അത് പക്ഷേ ഓരോ കേസിൻ്റെയും സ്വഭാവമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നതുകൂടി നമ്മൾ പരിഗണിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കേസിൻ്റെ സ്വഭാവം, ഈ കേസിന് ഏറ്റവും മികച്ച നിലയിൽ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ എന്നത് തന്നെയാണ്. പക്ഷേ മറ്റൊന്ന്, ഈ പരമാവധി ശിക്ഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിരാശയോ തിരിച്ചടിയോ കാണുന്നില്ല. പിന്നെ സാധാരണ ഇത്തരം കേസുകളിൽ പ്രോസിക്യൂഷൻ പൊതുവെ പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും വാദിക്കുക, അങ്ങനെ തന്നെയായിരിക്കും ആ കേസിനെ അവതരിപ്പിക്കുക. അതിൽ എന്തെല്ലാം ഗ്രൗണ്ടുകളാണ് കോടതിയിൽ വന്നിട്ടുള്ളത്? സാധാരണഗതിയിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട്. മറ്റ് കേസിൻ്റെ സ്വഭാവങ്ങൾ, കുറ്റകൃത്യം ഹാബിച്വൽ ഒഫൻഡറാണോ, പ്രതിയുടെ പ്രായം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ, അത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിലും അന്വേഷണത്തിൻ്റെ കാര്യത്തിലും തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിലും അത് പ്രസന്റ് ചെയ്യുന്നതിലുമെല്ലാം പ്രോസിക്യൂഷൻ അഭിനന്ദനാർഹമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കോടതി വിധി നമ്മൾ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ആ വിധിപ്പകർപ്പ് നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ആ വിധിപ്പകർപ്പ് വിശദമായി പരിഗണിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് പരമാവധി ശിക്ഷ നൽകുന്നതിൽ നിന്ന് കോടതി അതിലേക്ക് എത്താതിരുന്നതിൻ്റെ കാര്യകാരണങ്ങൾ ഏതായാലും വിധിയുടെ ഭാഗമായിട്ടുണ്ടാകും. അതുകൂടി പഠിച്ചാൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരും. നിലവിലെ സാഹചര്യത്തിൽ അത്തരം പിഴവുകളൊന്നും കോടതി പരാമർശിച്ചതായി നമുക്കറിവില്ല. പക്ഷേ വിശദമായ വിധിപ്പകർപ്പിൽ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ലഭ്യമാകുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ കോടതി എന്നതുകൂടി കാണേണ്ടതുണ്ട്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമായ പ്രവർത്തനം ഈ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷാഭംഗം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതെന്തുകൊണ്ട് എന്നത് ഈ വിധി പകർപ്പ് പഠിച്ചാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ശരി, പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നു. ശ്യാംജിത്തിന് ജീവപര്യന്തം. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.